കേരള കോൺഗ്രസ് എം കോട്ടയത്ത് അപ്രസക്തമാകുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ അവർ UDF-ലേക്ക് വരുമെന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ മുന്നണി ചെയർമാൻ തന്നെ അക്കാര്യം നിഷേധിച്ചുകൊണ്ട് LDF-ൽ തുടരും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ജോസ് കെ മാണിയും നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എം കോട്ടയത്ത് ഒരു സ്വാധീന ശക്തിയായി വീണ്ടും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് എം ഒരു സ്വാധീന ശക്തിയായി ഇനി പൊതുസമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് അവർ NDAയുടെ ഭാഗമായ മാത്രം ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ ഒരു തമാശയായിട്ട് കരുതരുത്. ഇനി അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് എം ഇല്ലാതായിപ്പോൾ ഈ ഒരു MLA ഉണ്ടാവില്ല. നേരെ മറിച്ച് അവർ NDAയുടെ ഭാഗമായി വന്നാൽ അവർ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായി മാറും. നാളെ കേരളത്തിൻ്റെയും നിർണായകമായ പദവികളിലേക്ക് കേരള കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് കൂടിയായിരിക്കും NDAയുടെ ഭാഗമായ. ഒരു സംശയം വേണ്ട. UDF-ൻ്റെ അവസ്ഥ എന്താണ്? അവിടെ മുസ്ലിം ലീഗ് വിഴുങ്ങിയ ഒരു മുന്നണി. അതാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വിഴുങ്ങിയ ഒരു മുന്നണി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ അവർ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസിനൊരു മന്ത്രിസ്ഥാനം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഒരു റോളും ഇല്ല മുന്നണിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ കേരള കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനായി 25 ജനിച്ചപ്പോൾ മുതൽ 2 വർഷം മുമ്പ് വരെ കേരള കോൺഗ്രസ്സുകാരനായി ജീവിച്ച ആളാണ്. കാരണം എൻ്റെ അപ്പൻ്റെ വീടും അമ്മയുടെ വീടും എല്ലാം കേരള കോൺഗ്രസ്സാണ്. ഞാൻ പറയുന്നു, കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും പാർട്ടി എവിടേക്കോ പോയി. കർഷകരെ, ന്യൂനപക്ഷങ്ങളെ, ഇവരെ ഒന്നും സംരക്ഷിക്കാൻ ഒരു നിലപാടും സ്വീകരിക്കാൻ, ആ നിലപാടിന് വേണ്ടി മുന്നണികളിൽ സമ്മർദ്ദം ചെലുത്തിയത് സാധിച്ചെടുക്കുവാൻ ഒന്നും രണ്ട് മുന്നണിയിലും കേരള കോൺഗ്രസിന് കഴിയില്ല. റബ്ബറിൻ്റെ വില തകർച്ചയായിട്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ചെറുപ്പക്കാരില്ല. ഇവരൊക്കെ പറന്നകലുന്ന യുവത്വമാണ്. എല്ലാം പോയി. നമ്മുടെ മക്കളെ തിരിച്ചു വരണ്ടേ? ഇങ്ങനെ പോയാൽ വൃദ്ധസദനമായി മാറും മധ്യ കേരളം. അത് പാടില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് നരേന്ദ്രമോദിയെ കൊണ്ടേ പറ്റും. ജോസ് ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അവിടെ മധ്യമേഖല ജാഥയൊക്കെ LDF നടത്താൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു ജാഥയും വരും ദിവസങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നുള്ള ഒരു നിലപാടാണോ അങ്ങേക്കുള്ളത്? ആ ജാഥയ്ക്ക് ജോസ് കെ മാണിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ പെട്ട പാട് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കവടിയാർ 25 സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കേണ്ടി വന്നു. 3 MLA-മാരെ പിടിച്ച് കൂടെ നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ജാഥയ്ക്ക് ഇപ്പോൾ ജോസ് കെ മാണി കിട്ടി. ഈ കോർപ്പറേഷൻ നായ്ക്കളെ പിടിക്കല്ലേ, കുടുക്കിട്ട്, അതുപോലെ പിടിച്ചാണ് ഇപ്പോൾ ജാഥ പങ്കെടുപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. അവർ UDF-ആയിട്ട് ചർച്ച നടത്തിയെന്നും അതിന് ആ ചർച്ച ഒരു ഘട്ടത്തിൽ വെച്ച് റോഷിയും പ്രമോദ് നാരായണനും ജയരാജനും കൂടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായതുകൊണ്ടും പാർട്ടി പിളർന്നാൽ നല്ലൊരു ഭാഗം റോഷിയുടെ കൂടെ പോകുമെന്നും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം പുറകോട്ട് പോയ ഒരു UDF പ്രവേശനമാണത്. അപ്പോൾ അതോടുകൂടി UDF-ലും ക്രെഡിബിലിറ്റി ഇല്ലാതായി, LDF-ലും ക്രെഡിബിലിറ്റി ഇല്ലാതായി. അവർ ശക്തമായ തീരുമാനമെടുത്താൽ ജോസ് കെ മാണി ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ വളരെ ഒരു ഉദാഹരണം പറയാം. ഞാൻ BJP-യുടെ ഭാഗമാകുമ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ഷോൺ ഇതൊരു മോശമായ തീരുമാനമായി പോയി, ഭാവി കളഞ്ഞു, ഷോണിൻ്റെ നല്ലൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ അത് പറയില്ല. കാരണം അത് ഞാൻ വളർന്നതുകൊണ്ടല്ല, BJP എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് അതൊരു പരിധിവരെ എന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അത് പറയുന്നത്ര കാര്യം അവരെല്ലാം എനിക്കത് ബോധ്യപ്പെടുത്താൻ പറ്റും. എന്താണ് BJP എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഷോൺ ജോർജ് അല്ല വളർന്നത്, BJP എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. BJP വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം അവരിപ്പോൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം, കുറച്ച് കല്ലേറൊക്കെ കൊള്ളും, ഞാനുമൊക്കെ കൊണ്ടതാണ്. പക്ഷേ ഇന്ന് ആ കല്ലെറിയുന്നവരില്ല. ഇന്നൊരു തീരുമാനമെടുത്താൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ തീരുമാനം മാറും. കേരള കോൺഗ്രസ് ഇനിയും 100 കൊല്ലം ഈ നാട്ടിൽ കാണും. ഇല്ലെങ്കിൽ വരുന്ന 3 മാസം കൊണ്ട് ശവടക്കം നടക്കേണ്ട പ്രസ്ഥാനമായി മാറും. ഒരു സംശയം വേണ്ട. അത് ഞാൻ ഉള്ളിലെങ്കിലും കേരള കോൺഗ്രസിൻ്റെ വികാരം ഉള്ളതുകൊണ്ടും ആ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റ് നടന്നൊരു വ്യക്തി എന്ന നിലയിലും സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ BJP-യുടെ ഭാഗമായില്ലെങ്കിൽ ഇല്ലാതായിപ്പോകും. അങ്ങയുടെ പാർട്ടിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒരു നഗരസഭ
പ്രധാനമായും ഒരു നഗരസഭയിൽ BJPയുടെ മേയർ ഉണ്ടായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേരളം പിടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സീറ്റുകൾ വരെ BJP നേടാനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് അങ്ങേക്ക് ചുമതല നൽകിയിട്ടുള്ളത് കോട്ടയത്തെ പാലയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു പക്ഷേ MLA-മാർ BJPയുടെ ഭാഗമായി എത്തുമോ അധികാരത്തിൽ? 100%. 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും MLA BJPക്ക് ഉണ്ടാവും, ഒരു സംശയം വേണം. ഞാനത് ഏതാണെന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഏതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു മോശമാവും, അതല്ല പറഞ്ഞത്. പക്ഷേ കോട്ടയം ജില്ലയിൽ നിന്നും BJPക്ക് 2026 തെരഞ്ഞെടുപ്പിൽ MLA ഉണ്ടായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞ ചില മണ്ഡലങ്ങളൊക്കെ തന്നെയുമുണ്ട്. ആ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു വലിയ വോട്ട് ഷെയറും വലിയ മാർജിനുമൊക്കെ ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ മറ്റൊന്നാണ്, വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്. ഞാൻ പറയട്ടെ, ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒരു വോട്ടുണ്ട് കേരളത്തിൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ക്യാൻഡിഡേറ്റിനെ ബേസ് ചെയ്ത് വരുമ്പോൾ അത്രയും പറഞ്ഞില്ല. പക്ഷേ ഈ പ്രാവശ്യം NDA മുന്നണി എന്നതിൽ ശക്തമായപ്പോൾ കൂടുതൽ വിശ്വാസ്യത മുന്നണിക്കുണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നേട്ടങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കഴിയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളും പ്രാദേശികമായിട്ടുള്ള കെട്ടുപാടുകളൊക്കെയാണ് ഇത് നിർണ്ണയിക്കുന്നത്. എന്നാൽ പോലും ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ ക്രോസ് വോട്ടിങ് കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തു പറയാവുന്നൊരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ക്രോസ് വോട്ടിങ് നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എനിക്ക് ചുമതല ഉണ്ടായിരുന്ന പൂഞ്ഞാറിലും പാലായിലും എടുത്ത് നോക്കും, എവിടെയൊക്കെ BJP ജയിക്കുമെന്ന് കരുതി അവിടെയെല്ലാം ഒന്നെങ്കിൽ കോൺഗ്രസ് തന്നെ LDF ഉണ്ടായിരുന്നു. തൊട്ട് പുറകിൽ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിച്ചു, CPM-ന് 50 താഴോട്ട്, CPM ജയിച്ചു, അവിടെ കോൺഗ്രസ്സിന് 50 താഴോട്ട്. ഒരു 80% പഞ്ചായത്ത് വാർഡുകളും സംഭവിച്ചതാണ്. കേരളത്തിൽ BJPക്ക് ഒരു വലിയൊരു പ്രതിരോധവും വലിയ രീതിയിലുള്ള ഇന്ത്യ സഖ്യം ഒരുമയും ഉണ്ടായിരുന്നു. BJPയിലേക്ക് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കളെത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ BJPയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ചില ചരടുവലികളും ചില അണിയറ നീക്കങ്ങളുമൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. കേരള കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും CPI-ൽ നിന്നും ഒക്കെ നിരവധി ആളുകൾ ആയിട്ട് ഞങ്ങൾ സമ്പർക്കത്തിലാണ്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ശരി ഏതാണ്, ഇനി മുമ്പോട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതിന് പല ചർച്ചകൾ നടക്കും. ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും ഇപ്പം അവിടെ പറയുന്നു, ഇനി വി ഡി സതീശൻ പറഞ്ഞ പോലെ അവിടെ വിസ്മയങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഇനിയും വിസ്മയങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിസ്മയങ്ങൾ 1-2 ദിവസം കൊണ്ട് അടഞ്ഞുപോയോ, അടഞ്ഞ അധ്യായമായി മാറിയോ? അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും താഴോട്ടായിരിക്കും. കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ആ ഗ്രാഫ് BJP ഉയർത്തും. ഇവിടെ ഒരു ഭീകരവാദ മുന്നണിയായി, ഒരു ജമാഅത്ത് മുന്നണിയായി UDF മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഒരു സിറിയയായി മാറരുത് എന്ന ആഗ്രഹമുള്ള ജനസമൂഹം ഇപ്രാവശ്യം BJPയോടൊപ്പം NDAയോടൊപ്പം നിൽക്കും. കാരണം ഈ പോക്ക് ഞാനൊരു നിസ്സാരം പറയും. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു സംഘടനയാണ് ആവശ്യപ്പെട്ടത്. സംഘടന പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അവരാ മൂവാറ്റുപുഴ ജില്ലയിൽ ഉൾപ്പെടുത്തേണ്ട 4 നിയോജകങ്ങൾ എടുത്തു നോക്കിയപ്പം ഒരു ന്യൂനപക്ഷത്തിന് 20% കൂടുതൽ ഭൂരിപക്ഷമായി. അതാണ് പ്രശ്നം. അപ്പോഴേ ജില്ല വേണമെന്ന് ആവശ്യപ്പെടുക. മനസ്സിലായില്ലേ? ഈ മലബാർ മേഖലയിലോട്ട് എന്താ സംഭവിക്കുന്നത്? മലബാർ സ്റ്റേറ്റ് ആക്കണം എന്നുള്ള ആവശ്യങ്ങൾ വരുന്നു. ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് രാജ്യമായി പ്രഖ്യാപിക്കാത്തത്. അല്ല, അതും കൂടെ ചെയ്തേനെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.